അജയ് എന്നെ കൂടെ കൂട്ടിയിരുന്നു. അല്ല ഞാൻ സെൽഫി എടുത്തോണ്ടിരുന്നാൽ മതി, നമ്മൾ പരിപാടി തുടങ്ങണ്ടേ? യെസ്, നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. നീരജിന്റെ ബഡി ആദ്യത്തെ പടം. അതിൽ ഞാൻ പക്ഷെ കോമ്പിനേഷൻ ഇല്ലായിരുന്നു. കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ഒരു ഷോട്ട് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറിയമുക്ക് ചെയ്തു എൽജയുടെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വടക്കൻ സെൽഫിയിലേക്ക് എത്തിക്കാണ്. അല്ലേ, നീരജിന് എന്ത് തോന്നി വിനീത് സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ്? ഞാൻ ആദ്യമായിട്ട് അജുബാൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മറ്റേ ജോബിൽ എഴുതിയിരിക്കുന്ന എംപ്ലോയിഡ് അറ്റ് വിനീത് സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം എനിക്ക് അതൊരു സ്കൂൾ തന്നെയാണ്. പിന്നെ നിങ്ങളൊക്കെ എനിക്കറിയാമല്ലോ, നിവിൻ ഭായിനെ അറിയാം, അജുബായിനെ അറിയാം, ജോമൻ ചേട്ടൻ, എല്ലാവരും എനിക്കറിയാം. പ്രജിത്തേട്ടൻ 83 അസോസിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു പുതിയ ആളെ പോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു ടീമിലേക്ക്. പലരും ചോദിച്ചു വിനീതേട്ടൻ്റെ ടീമിലേക്ക് പോകുമ്പോൾ എങ്ങനെയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അല്ലേ, നമ്മൾ ഭയങ്കര വെൽക്കം ആയിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. വിനീതിനെ നല്ല രസമായിട്ട് ധീരജ് ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. ഒരു 2 ഡയലോഗ് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു 2 ഡയലോഗ് ഒരു സ്റ്റാർട്ടിന് വേണ്ടി നമുക്ക്. ഞാൻ വിനീതേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, വിനീതേട്ടൻ ഡയറക്ഷൻ ഇഷ്ടമാണ്, അതേപോലെ ആക്ട് ചെയ്യും. അപ്പോൾ വിനീതേട്ടന് ഏതിലാണ് കൂടുതൽ താല്പര്യം? വിനീതേട്ടൻ, നീരജേ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എളുപ്പമുള്ള പണിയല്ല നീരജേ, അത് നമ്മൾ കുറേ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട പണിയാണ്. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല ക്യാരക്ടേഴ്സ് ഇട്ട് ഞാൻ അഭിനയിക്കും. പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലുള്ള നല്ല സിനിമകൾ ചെയ്യണം. അതുകൊണ്ട് ടൈം എടുത്തിട്ട് ഞാൻ സിനിമ ചെയ്യുന്നത്. വിനീതിന് സ്പെഷ്യലാണ്. വിനീതിന് ഭയങ്കര പാടാണ് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ. കാര്യം ഒച്ച കേട്ടിട്ട് വേണ്ടേ. അതാണ്. അയ്യോ എന്തൊരു പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഒരു എത്രത്തോളം ഒരു കഴിവുള്ള ആളാവുന്ന അത്രത്തോളം നമ്മൾ ഹംബിൾ ആവുന്നാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും. കാര്യം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ട ഒരു വിനീതും ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട വിനീതും തമ്മിൽ ഒരു മാറ്റമില്ല, എക്സെപ്റ്റ് കുറച്ച് വണ്ണൊക്കെ കൂടി എന്നല്ലാതെ. നിങ്ങളും കൂടിയല്ലോ. ഞാനോട്ടാണോ ഞാൻ വീർത്ത് പോകുന്നത്. തട്ടത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഭയങ്കര ചേഞ്ച്. അതിലൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. തട്ടത്തില് അബ്ദു കോളേജിൽ പഠിക്കാണ്, ന്യായമായിട്ടും അവന് ഇച്ചിരി മെലിഞ്ഞൊക്കെ. ഇതിൽ ഷാജിക്ക് ഒരു തുണിക്കടയാണ്. നിങ്ങൾ ഡെഡിക്കേഷൻ ആണ് കഥാപാത്രത്തിന് വണ്ണ ആകാം ഇതില്. അതാണല്ലേ പരിപാടി. അപ്പൊ നമ്മൾ എല്ലാ സിനിമയിലും ഒരേപോലെ ഇരുന്ന് എങ്ങനെ ശരിയാണ്? അല്ലാതെ ഡെയിലി 2 ബിരിയാണി കഴിക്കുന്നുണ്ടല്ലോ. നമ്മൾ കോഴിക്കോട് കഴിഞ്ഞ എന്തുകൊണ്ട് ഇത് 2 ബിരിയാണി അല്ലെങ്കിൽ നമ്മളൊരു ബിരിയാണി കഴിക്കുന്നത് എന്തിനാണ്? ഈ ക്യാരക്ടറിന് ഈ വണ്ണം വന്ന് അതിന് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ലുക്ക് വരാനാണ്. ഇപ്പൊ കേൾട്ടൻ കേൾട്ടൻ 10 എന്ന് പറഞ്ഞൊരു പടം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ബേസ്ഡ് പടമാണ്. എനിക്ക് തോന്നുന്നു ഉണ്ണിയേക്കാളും പ്രായമുള്ള ഒരാളായിട്ടാണ്, ഒരു ചേട്ടനെ പോലെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മുതിർന്ന ഒരു മെച്ചൂർഡ് ലുക്ക് ഒക്കെ വേണ്ടേ. അപ്പൊ അതുകൊണ്ടാണ്. ആ ശരി. അപ്പൊ ഞങ്ങൾ കാരണം എന്താ അറിയോ, ഈ മനുഷ്യൻ റഹ്മത്ത് ഹോട്ടലിൽ ഡെയിലി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, എന്താ അറിയോ എനിക്ക് ഇതൊന്നും പോരാഞ്ഞിട്ട് 2 പാർസൽ മേടിച്ച് വീട്ടിലോട്ട് പോകുമ്പോ കൊണ്ടുപോയില്ലേ? അതെ, പോന്ന വഴിക്ക് തിന്നത്. ഒരെണ്ണം പോകുന്ന വഴി ഒരെണ്ണം. അതെ, ഈ 6 പാക്ക് ഒക്കെ ആയിട്ട് മെലിഞ്ഞിരിക്കുന്നവരെ കണ്ട് എനിക്ക് അസൂയ വരും. ആണല്ലേ? അപ്പൊ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർമ്മയുണ്ട് മുതൽ വിനീത് എന്ന് പറഞ്ഞ തന്നെ വിനീതാണെങ്കിൽ ഫുൾ മെലിഞ്ഞ് ഞാൻ എനിക്ക് കോംപ്ലക്സ് അടിച്ചിട്ട് വിഷമൊക്കെ മാറുന്ന അസൂയാണെന്നൊക്കെ തോന്നും. പക്ഷെ അസൂയാണ് അത്ര. പക്ഷെ എന്ത് ചെയ്യാനാ, സാധനം 10 ദിവസം കഴിഞ്ഞ് ഡയറ്റൊക്കെ ബ്രേക്ക് ചെയ്ത് പതുക്കെ ഞാൻ ഫുഡൊക്കെ അടിപ്പിച്ചു തുടങ്ങി. കൂടെ ഉള്ളവരെ എനിക്കും ഇതിനുള്ള ഒരു കാര്യം കണ്ടോ, എനിക്ക് ചെറുതായിട്ട് വയറൊക്കെ വന്നു തുടങ്ങിയില്ലേ? നിങ്ങളുടെ കൂടെ ഒരു പടം കൊണ്ട് നമ്മൾ ചെയ്താൽ പോലെ. അല്ല, എനിക്ക് തോന്നുന്നു അജുഭായ്, ഈ വിനീതേട്ടൻ്റെ ഒരു സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ വിനീതേട്ടൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട് അല്ലേ? ഇപ്പം നിവിൻ, അജുഭായ്, ഇപ്പം പറഞ്ഞു വെച്ചിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ എല്ലാവരും അല്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന പാറ്റേണിൻ്റെ ഒരു സുഖമല്ലേ. കാര്യം നമ്മളൊരു സിനിമ ചെയ്യുന്നതിൻ്റെ സീരിയസ്നെസ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ എല്ലാം നടത്താനുള്ളൊരു സ്പേസും അവിടെ ഉണ്ട്, നമ്മുടെ സെറ്റിലുണ്ട്. പിന്നെ നമ്മൾ സഹകരിക്കുന്ന വ്യക്തികൾ അല്ലേ, എല്ലാവരും നമ്മൾ നേരത്തെ എല്ലാവരും ഒരേ ടീമാണ്. അപ്പോൾ ഈവൻ യൂണിറ്റ് പോലും ലൈറ്റ് ആൻഡ് ഗ്രിപ്പ് ആണ് മലർവാടിയിൽ ഉണ്ടായിരുന്നത്, തട്ടത്തിലുണ്ടായിരുന്നവരെ. ആ കംഫർട്ട് സോൺ ഉണ്ട്. പിന്നെ എൻ്റെ പുറത്ത് എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ അറിയാം. ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് സാധനം പുറത്തു കൊണ്ടുവരാം. അതൊരു ഭയങ്കര ബെസ്റ്റ് കണ്ടാൽ അറിയാം. അതായത് എന്ത് ജയിപ്പിക്കരുത് എന്നുള്ള സാധനം ജയിപ്പിക്കണമെന്ന് ആ ഒരു സംഭവമാണല്ലോ ഏറ്റവും ആവശ്യം. തിയേറ്ററിൽ കൂവല് കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അവിടെയാണ് ആദ്യത്തെ പടം. അതെ, ഏതാണ്? 1994-5 വന്ന പുന്നാരം എന്ന് പറഞ്ഞ സിനിമയിലാണ് പ്രീതൻ ആദ്യമായി സിനിമയിൽ
അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നത്. പ്രജിത്തേട്ടൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയണ്ടാവില്ല, നമ്മുടെ വടക്കൻ സെൽഫിയുടെ ഡയറക്ടറാണ് ജി പ്രജിത്ത്. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഈ 20 വർഷത്തിന് മേലെയായി സിനിമയിൽ പ്രവർത്തിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് പ്രിയത്തേട്ടൻ. അന്നും ഇന്നും ആ രൂപത്തിലുള്ള എന്താ പറയാ ഒരു സീരിയസ്നെസ്, കീരിക്കാടൻ ജോസിന്റെ രൂപവും മനസ്സുമുള്ള പ്രജിത്തേട്ടന്റെ ആദ്യത്തെ സിനിമ എന്ന് തന്നെയാണ് ഏറ്റവും നമ്മളെ എല്ലാവരും അല്ലേ എക്സൈറ്റ് ചെയ്യുന്ന, നമ്മളേറ്റവും ഇതിലോട്ട് നമ്മളേറ്റവും ബെസ്റ്റായിട്ട് ഇതിൽ പരിശ്രമിച്ചേക്കുന്നതിൻ്റെ റീസണൊക്കെ പ്രജിത്തേട്ടൻ്റെ സിനിമ. ഈവൻ വേറെ ഒന്നുമല്ല, പ്രജിത്തേട്ടൻ്റെ സിനിമ വിനോദ് ഷൊർണൂർ എന്ന് പറയുന്ന വിനോദേട്ടൻ്റെ സിനിമ. ഈവൻ പ്രജിത്തേട്ടൻ്റെ കൂടെ ഞാൻ 83 അസോസിയേറ്റ് പ്രജിത്തേട്ടൻ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രജിത്തേട്ടൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്ത് പ്രഷർ സിറ്റുവേഷനിലും ആ മനുഷ്യൻ കൂളാണ്. മറ്റേ മരം വീണാലും മല പൊട്ടിയാലും മനുഷ്യൻ ഇങ്ങനെ നിൽക്കുള്ളൂ, വെടി പൊട്ടിയാലും. അത് ചിലപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പ്രീതേട്ടൻ നമ്മൾ ചില തമാശ നമ്മള് പ്രീതേട്ടൻ ഇങ്ങനെ പറഞ്ഞ പ്രീതേട്ടൻ ചിലപ്പോൾ ചിരിക്കില്ല. നമുക്ക് അയ്യോ ഇത് വർക്കൗട്ട് ആവില്ലേ എന്നാ ഹ്യൂമർ സെൻസ് ഉള്ള ഉള്ളിൽ എൻജോയ് ഉണ്ട്. പ്രീതേട്ടൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറയാം. ഞാൻ മലർവാടിയുടെ സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കൈ കഴുകാൻ നിൽക്കുക. അപ്പൊ കൈ കഴുകി കുറച്ച് സമയം എടുത്തു, വെള്ളം എടുത്ത്. അപ്പൊ പ്രീതേട്ടൻ എൻ്റെ തൊട്ട് പുറകില് അഭിനയിക്കുന്ന പോലെ തന്നെ എത്ര സമയം എടുക്കുന്നേ, അതായത് ടേക്കുകൾ എടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അങ്ങനെ കൗണ്ടർ അടിക്കുന്ന ആളാണ്. പക്ഷെ മുഖത്ത് ഈ പറഞ്ഞ പോലെ കീരിക്കാടൻ ജോസിന്റെ എക്സ്പ്രഷനാണ്. എത്ര ടെൻഷൻ ആണെങ്കിലും നമുക്ക് തോന്നുന്നു ഈ മനുഷ്യനാണ് ഈ പടം ഡയറക്ട് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരു സൈഡിലൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടായിരിക്കും. എത്ര ടെൻഷൻ ആണെങ്കിലും അത് കാണിക്കില്ല, പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്യും. പ്രഷർ കിട്ടും, നമുക്ക് പ്രഷർ വരത്തില്ല അല്ലേ? അതാണ് സത്യമാണ്. ആർട്ടിസ്റ്റിന് പലരും ഈ പണ്ടൊക്കെ പറയുന്നുണ്ട് ചീത്ത പറയണം, പക്ഷെ എനിക്കതൊരു റോങ് സംഭവമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുമ്പോൾ നമ്മൾ അല്ലേ, എനിക്ക് വിഷമം എന്റെ മുഖത്തറിയും. മാക്സിമം നമുക്ക് നീരജൻ എനിക്ക് തോന്നിയിട്ടില്ല വഴക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, അല്ല എനിക്ക് കിട്ടിയിട്ടില്ല. ഭാഗ്യത്തിന് നമ്മൾ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളൊക്കെ വളരെ സ്വീറ്റ് ആയിരുന്നു. ഒരിക്കൽ ജോഷി സാറ് എന്നെ ഇങ്ങനെ 7 സീൻ സമയത്ത് പേടിപ്പിച്ചിരുന്നു. ജോഷി സാറ് വഴക്ക് പറയും, മനുഷ്യനായിരുന്നു. എന്നെ ഇല്ല, ഞാൻ കേട്ടതിൽ നിന്ന് വളരെ വ്യത്യാസം ആയിരുന്നു സെറ്റിലെ ജോഷി സാറ്. പലരും കുക്ക്ഡപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മളോട്ട് പറഞ്ഞ് പേടിപ്പിച്ചു വിടുന്നത്. വേറൊരു തമാശ പറയാം, മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി വളരെ നമ്മളെ അല്ലെങ്കിൽ ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ഒരു ഇതാണ്, ഇമേജാണ് എനിക്ക് തന്നിരുന്നത്. ക്ലീറ്റസിൻ്റെ സെറ്റിൽ ചെന്നിട്ട് ഒരു 10-15 ദിവസം എനിക്ക് പേടി പോകുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നില്ല, ഞാൻ ദൂരെ എവിടെയെങ്കിലും മാറിയേക്കും. അപ്പോൾ ആ 15 ദിവസത്തിലാണ് എൻ്റെ ഡയലോഗ് പോർഷനൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ വളരെ പേടിയോടെ അതൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലായി വളരെ സോഫ്റ്റ്, വളരെ കൈൻഡ് ഹാർട്ടഡ് വ്യക്തി എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഡയലോഗ് തീർന്നു. സമാധാനത്തോടെ ചെയ്യാനുള്ള അറിയാം. അതായത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അണ്ണനും തമ്മി ആ ഒരു ബന്ധമാണ്. പക്ഷെ പടം കാണുമ്പോൾ പറയാം, അണ്ണാ